പപ്പയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ബിനുവിന്റെ ഒരു 10-20 വർഷമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭരണ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. കൗൺസിലറായിട്ട് അല്ലെങ്കിൽ ഈ വാർഡംഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദിയയുടെ ജനനവും ദിയയുടെ വളർച്ചയും ഒക്കെ. അപ്പോൾ അച്ഛനെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു അച്ഛനെ ആയിരിക്കുമല്ലോ അല്ലേ ദിയ? അച്ഛന് 10-15 വയസ്സുള്ളപ്പോൾ അതിനു മുമ്പ് തന്നെ അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കൗൺസിലറായിട്ട് നിന്ന് ജയിക്കുന്നത്. ഇപ്പം അച്ഛൻ്റെ 5ാമത്തെ ടേമാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇപ്പം 5 വർഷമായിട്ട് തുടർന്ന് ജയിക്കണമെങ്കിൽ അത് ഈ അച്ഛൻ ഇപ്പോൾ ഈ വാർഡുകളിൽ ചെയ്ത പ്രവർത്തനങ്ങളും അച്ഛൻ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും തന്നെയാണ്. കുഞ്ഞുനാളിലെ തൊട്ട് ഇത് കണ്ടാണ് ഞാനും വളർന്നത്. ഇപ്പോൾ വീട്ടിലെ ആൾക്കാർ എന്തെങ്കിലും ഒരു അച്ഛനെ കാണാൻ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വരുവാണെങ്കിൽ ആ കൂടെ ഇരുന്ന് എന്താ പറയുന്നതെന്നെല്ലാം കേൾക്കുകയും അല്ലെങ്കിൽ ജനസഭയ്ക്കെല്ലാം പോവുകയും ഇതൊക്കെയായിരുന്നു കുഞ്ഞിലായിട്ടുള്ള ഞാൻ കണ്ടു വരുന്നത്. അപ്പോൾ രാഷ്ട്രീയം ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. പ്രവർത്തന പരിചയക്കുറവ്, നേരിട്ടുള്ള പ്രവർത്തന പരിചയക്കുറവ് ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ കൂടെ തന്നെ ഇപ്പം അച്ഛനും വലിയച്ഛനും മാത്രമല്ല, കൂടെയുള്ള ബാക്കിയുള്ള 12 കൗൺസിലേഴ്സും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നൊക്കെ പ്രചോദനം വാങ്ങി അവരുടെ സപ്പോർട്ടും സ്നേഹവും അഡ്വൈസസും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അച്ഛനും വലിയച്ഛനും ചെയർപേഴ്സൺ ആയി കഴിയുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന പോലെ ദിയമോളേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, മാഡം എന്ന് വിളിക്കേണ്ടി വരില്ലേ? അപ്പം എല്ലാവരും എന്നെ ഇനി കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഇനി നിന്നെ എടി പൊടിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയർപേഴ്സൺ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനതിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും അച്ഛൻ മകളെ വിളിക്കുക എന്ന്. കാരണം ഒഫീഷ്യലി ചെയർപേഴ്സൺ ആണല്ലോ, വീട്ടിലല്ലേ മകൾ.